അഷ്കറിന്റെ ആദ്യ ഭാര്യയുടെ ഉമ്മയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇതാണ് ആദ്യ ഭാര്യ. അവർ ഇവിടെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ്. അവരുടെ ഭയങ്കര ദാരുണമായിട്ടുള്ള ഒരു കഥയാണ്. എന്തായിരുന്നു ഉമ്മ? 18ാമത്തെ വയസ്സിലായിരുന്നു ഇയാളെ കല്യാണം കഴിച്ചത് അല്ലേ? കല്യാണം കഴിച്ചെന്ന് പറയാൻ പറ്റൂല. കാരണം ആദ്യം വന്ന് കൊച്ചിനെ ഞങ്ങളാരും ഇല്ലാത്ത നേരത്തിന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. വിളിച്ചിറക്കിക്കൊണ്ട് പോയി തള്ളയും അവനും കൂടെ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയ ദിവസം തൊട്ടേ കൊച്ചിനെ അവിടെ പീഡനമായിരുന്നെന്ന്. ഇത് ഇറങ്ങിപ്പോയത് കൊണ്ട് ഞങ്ങളോടെ ഒന്നും പറയാത്തൊരവസ്ഥ ഞങ്ങളോട് ഒന്നും പറയണമില്ല. അയൽവക്കക്കാരാണ് പറയണത്, നിങ്ങൾക്ക് ഈ കൊച്ചിനെ വേണ്ടേ, നിങ്ങൾ കൊച്ചിനെ കൊല്ലാൻ കൊടുത്തിരിക്കണമെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ ഇവരുമായിട്ട് വലിയ ഇതിലല്ലായിരുന്നു. എന്നാലും മോളെ കാണാതിരിക്കാതെ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങളെ ജീവനാണ് ഈ മോളും എൻ്റെ മോനും. എൻ്റെ മോൻ മരിച്ചിട്ട് 2 വർഷമായി, മോക്ക് വയ്യാതായിട്ടുമായി 2 വർഷം. എനിക്ക് സംശയം ഇല്ലാതില്ല, ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് മോൾ ഈ കാര്യങ്ങളൊന്നും നമ്മളോട് പറയാത്തത്. എന്നെ കൊല്ലും, വണ്ടി കയറ്റി എന്നെ കൊല്ലും, അവളെ വാപ്പായെ കൊല്ലും, എൻ്റെ മോനെ സ്കൂളിൽ ഗുണ്ടകളെ വിട്ട് അടിക്കും, കൊല്ലിക്കും, എന്നിട്ട് വെള്ളത്തിൽ മുക്കി കൊല്ലും. ഇങ്ങനെയൊക്കെ എൻ്റെ മോനെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു മോളെ കൂടെ. അപ്പം മോൾ ഇത് കേട്ട് പേടിച്ച് ഒന്നും പറയാതെ മിണ്ടാതിരുന്നു. കൊച്ചിനെ വലിച്ചഴച്ച് മുറിയിൽ കൊണ്ടിട്ട് അടച്ച് ഒരുപാട് ക്രൂരതയായിരുന്നു. ബാത്റൂമിൻ്റെ ക്ലോസറ്റിൽ ബേക്കിലെ തല വെച്ച് ഇടിക്കുമായിരുന്നു. ചെവിക്കെല്ലാം നോക്കി ഇടിയും അടി വയറ്റിൽ ചവിട്ട്, ഇങ്ങനെ ഒരുപാട് മർദ്ദനമായിരുന്നു. പലതവണ അവർ കൊല്ലാൻ ശ്രമിച്ചു. കൊച്ചിന് വിഷം കൊടുത്ത് കിണറ്റിൽ എടുത്ത് തള്ളിയിട്ട് തൂക്കി കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ പല ഇത് എൻ്റെ കൊച്ചിനുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഈ കൊച്ച് ഞങ്ങളോട് പറയൂല. ഇത് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത് ഈ മർദ്ദനത്തിന്റെ പുറത്താണ്. മർദ്ദനത്തിന്റെ പുറത്തെന്ന് പറഞ്ഞാൽ അവൻ മർദ്ദിച്ചതിൻ്റെ ഇത് തന്നെയാണ്. കാരണം അപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ കൊച്ച് സംസാരിക്കൂല. ഹോമോ സ്റ്റേജ് ആയിരുന്നു മോള്, 13 മാസം. ഇപ്പോഴൊരു 10 മാസം ആയതേ ഉള്ളൂ എൻ്റെ കൊച്ചിന് ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടി. എന്താണ് സംഭവിച്ചത്? അത് ബ്ലഡ് ഫ്ലോട്ടായി ട്യൂമറായിട്ട് മാറിയെന്നാണ് പറയണത്. ഇയാളുടെ മർദ്ദനത്തെ തുടർന്നാണ് കൊച്ചിന് ബ്ലഡ് ഫ്ലോട്ടായി ട്യൂമറായിട്ട് മാറിയത്. അതും സെറിബെല്ലത്തിലാണ്, മെഡിലോപ്ലാസ്മ. അങ്ങനെയാണ്. മോളിപ്പോൾ സംസാരിക്കൂല ശരിക്കും. ഇപ്പോഴാണ് കുറച്ചൊക്കെ ഉമ്മാന്ന് പാപ്പാന്നൊക്കെ പറയുന്നത്. പിന്നെ ചിലതൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പോഴും എൻ്റെ കൊച്ച് ചികിത്സയിലാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞാലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയ്ക്കും ദയനീയമാണ്. ഇവൻ്റെ ഉമ്മായും സഹോദരിയും ഇവനും കൂടെയാണ് ചെയ്യുന്നത്. കൊച്ചിനെ വാടകയ്ക്ക് 2 നില വീടെടുത്ത് ഒറ്റയ്ക്ക് കൊണ്ടിട്ടിട്ടാണ് ഈ 18 വയസ്സായ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇവൻ കുറേ ഡാൻസുകാരികളുണ്ട്. ഇവളൊക്കെ കൂടെ ഡാൻസിന് വണ്ടി ഓട്ടമെന്നും പറഞ്ഞ് പോയാൽ വരുന്നത് വെളുപ്പാങ്കാലം 5 മണി 4 മണി ഈ സമയത്തൊക്കെയാണ്. അപ്പോഴീ 18 വയസ്സായ കൊച്ച് ഒരു 2 നില വീട്ടിൽ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അയൽവക്കക്കാരുമായിട്ട് സഹകരിക്കാൻ സമ്മതിക്കൂല, ആരുടെ മിണ്ടാൻ സമ്മതിക്കൂല. കൊച്ചിന് ശരിക്കും ഭക്ഷണം പോലും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. അഷ്കറിന്റെ സ്വഭാവം ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു? അയൽവക്കക്കാരും നാട്ടുകാരും ഞങ്ങൾ തിരക്കിയപ്പോഴും പറഞ്ഞ് ഒരു കാരണവശാലും ഇവന് കെട്ടിച്ചു കൊടുക്കരുത്, ഇവരെ കുടുംബമേ അയ്യോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പലതരത്തിൽ ഞങ്ങൾ കല്യാണം വേണ്ടാന്ന് വെച്ച് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കല്യാണ ലെറ്റർ അടിച്ച്, എന്നിട്ട് ഞങ്ങൾക്ക് വീണ്ടും എത്ര പൈസ പോയാലും അങ്ങ് പോട്ടെ, ഇതൊന്നും വേണ്ടാന്നും പറഞ്ഞ് നമ്മൾ കല്യാണം വരെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച്. അപ്പോഴാണ് എൻ്റെ മോളെ വന്ന് അവനും അവൻ്റെ ഉമ്മായും കൂടെ വന്ന് കൊണ്ടുപോയി അന്ന് തൊട്ടേ കൊച്ചിന് മർദ്ദനം തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ പല പ്രാവശ്യം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത്. അപ്പോഴൊക്കെ പോലീസുകാർ ഇവൻ്റെ സൈഡാണ് നിൽക്കുന്നത്, ഇവൻ പറയുന്നതാണ് വിശ്വാസമെന്നും പറഞ്ഞ് അവർ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പല ആവർത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് വനിതാ കമ്മീഷനിൽ കൊടുത്തപ്പോൾ അവിടെ വിളിച്ചിട്ട് ഇവൻ വരൂല, വഞ്ചൂർ കോടതിയിൽ വിളിച്ചിട്ട് അവൻ വരൂല. അവൻ ഓരോരോ കഴിവൊഴിവുകൾ പറഞ്ഞ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുകയാണ് ചെയ്യണം. കോടതിയെ വരെ കബളിപ്പിച്ച് ഞാനും എൻ്റെ വാപ്പായും കൂടെയാണ് മോളെ ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞ് കള്ള പരാതി കൊടുത്തിട്ട് മോള് സംസാരിക്കുമെന്ന് കണ്ടപ്പോഴത്തേക്ക് അവൻ തന്നെ കേസ് പിൻവലിച്ച് കോടതിയിൽ. അങ്ങനെ വരെ ഇവൻ ചെയ്ത്, കോടതിയെ വരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. കോടതിയെ പോലീസുകാർ വിളിച്ചാലും വരൂല, വനിതാ കമ്മീഷനിൽ വിളിച്ചിട്ട് വരൂല, ഇവിടെ വഞ്ചൂർ കോടതിയിൽ വിളിച്ചിട്ട് വരൂല. ഞാൻ ഇനിയിപ്പോൾ മോളെയും കൊണ്ട് വീട്ടിൽ പോയിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിലല്ല കോടതിയിൽ പരാതി കൊടുക്കാനാണ് ഞാൻ ഇരിക്കണം. മോളെ ഈ അവസ്ഥയിൽ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂല. ഞങ്ങൾ 2 പേരും വേണം എപ്പോഴും മോളെ പിടിക്കാനും എടുക്കാനും ഒക്കെ. വാപ്പായും ഞാനും ഉണ്ടെങ്കിൽ മാത്രമേ പിടിക്കാനും എടുക്കാനും
രക്ഷപ്പെടാനും ഒക്കെ പറ്റുള്ളൂ. ഉമ്മ, ഈ ക്രിമിനൽ സ്വഭാവമുള്ള ഇയാളെ മുൻപേ തന്നെ പോലീസും മറ്റുമൊക്കെ അറസ്റ്റ് ചെയ്ത് ഇയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ പോകില്ലായിരുന്നു അല്ലേ? പോവില്ലായിരുന്നു. നേരത്തെ തന്നെ ഞങ്ങൾ പരാതി കൊടുത്ത സമയത്ത് തന്നെ ഇവനിൽ ഒരു തീരുമാനം പോലീസുകാർ നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ ഇന്ന് ഇങ്ങനെ ആവൂലായിരുന്നു. നല്ലതുപോലെ പഠിക്കുന്ന ഒരു മോളാണ്, നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ നടന്ന ഒരു മോളാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അയൽവക്കത്ത് തിരക്കാം എൻ്റെ മക്കൾ എങ്ങനെയായിരുന്നെന്ന്. എനിക്ക് സംശയം ഇല്ലാതെ ഇല്ല, ഇവൻ എൻ്റെ മോനെ വെള്ളത്തിൽ മുക്കി കൊന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ മകൻ എങ്ങനെയാണ് മരിച്ചത്? മോൻ മരിച്ചത് ഇക്ബാൽ ഹൈസ്കൂളിൽ അഡ്മിഷന് പോയിട്ട് തിരിച്ചു വന്ന് ഒരു കൂട്ടുകാരൻ പയ്യൻ്റെ കൂടെ കുളിക്കാനായിട്ട് ഇറങ്ങി. അപ്പോഴും എൻ്റെ മോൻ മുങ്ങി മരിച്ചെന്നാണ് പറയണത്. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലായിരുന്നു. ഞങ്ങൾ അടുത്ത് എൻ്റെ മോൻ നിന്നിട്ടാണ് പോയത്. പിറ്റേന്ന് അവൻ്റെ മരണ വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത്. മകനെ കൊല്ലുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നു. മകനെ കൊല്ലുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നു, എന്നെ കൊല്ലുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നു, പാപ്പായെ കൊല്ലുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഈ കൊച്ചു ഭയന്ന് ഒന്നും പുറത്ത് പറയാതിരുന്നത്. ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അവന് പണം വേണം, സ്വർണം വേണം, വസ്തു വേണം. ഇതായിരുന്നു അവരുടെ ടാർഗറ്റ്. അവർക്ക് ആഡംബരമായിട്ട് ജീവിക്കണം. അവർക്ക് ഒരു ചെറിയ വീടുണ്ടെങ്കിലും ആ വീട്ടിൽ താമസിക്കില്ല, വാടകയ്ക്ക് വീടെടുത്തേ താമസിക്കുകയുള്ളൂ. ഇതായിരുന്നു ലക്ഷ്യം. എന്നിട്ട് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ തന്നെ എന്നെ അവൻ അടിച്ച് ഉപദ്രവിച്ച് എൻ്റെ കൊച്ചു വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഞാൻ ബ്ലഡും കൊണ്ട് പോയ സമയത്ത് അവൻ ഒളിച്ച് നിന്ന് എന്നെ ഉപദ്രവിച്ച് മെഡിക്കൽ കോളേജിൽ ഞാൻ പരാതി കൊടുത്ത്. എന്നിട്ട് പോലും അവർ ആ FIRൽ ശരിക്കും ഇവനെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. ആ FIRൽ നല്ലതുപോലെ എൻ്റെ പരാതികൾ എഴുതിയിരുന്നെങ്കിൽ ഇന്ന് അവൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നേയിരുന്നു. പോലീസുകാർ ഇവനെ ജാമ്യം കിട്ടത്തക്ക രീതിയിലാണ് അവർ FIR എഴുതി കൊടുത്തത്. പിറ്റേന്ന് വന്ന് അവനെ ഇറക്കിക്കൊണ്ടു. ഇവൻ്റെ കൂടെ ഒരു വക്കീലുണ്ട്. അതാണ് ഇവൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അവൻ എൻ്റെ മോളോടെ പലപ്പോഴും പറഞ്ഞ് എപ്പോഴും പറയും, എൻ്റെ മോളോടെ പറയുമെന്ന് ഒരു വക്കീൽ. പിന്നെ ആ വക്കീലിന്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ, മോള് പറഞ്ഞതാണ്. ആ വക്കീലുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ഞാൻ വിജയിക്കുകയുള്ളെന്ന് പറയുമായിരുന്നെന്ന്. ഇയാൾ എന്തെങ്കിലും ലഹരിക്ക് അടിമയാണോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ. നമ്മൾ അവരുമായിട്ട് കൂടുതൽ ടച്ചൊന്നുമില്ല. അവൻ എൻ്റെ വീട്ടിൽ വരൂല, എൻ്റെ മോളെ വിടൂല. വിളിച്ചിറക്കിക്കൊണ്ട് പോയതല്ലേ. പിന്നെയാണ് ഞങ്ങൾ നിക്കാഹ് നടത്തി കൊടുത്തത്. നമ്മളെ മതത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് നിക്കാഹ് നടത്തി കൊടുത്തില്ലെങ്കിൽ അത് വലിയ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് കാലം ഇയാളുടെ കൂടെ ജീവിച്ചു? 1.5 വർഷം. ആ 1.5 വർഷവും മർദ്ദനമായിരുന്നു. അതാണ് ഈ രോഗത്തിലേക്ക് നയിച്ചത്. അതാണ് മോളെ ഇങ്ങനെ ആക്കാൻ തന്നെ കാരണം. ഇവൻ്റെ ഉപദ്രവം തന്നെയാണ്.